ഹലോ. ഇരിഞ്ഞാലക്കുടക്കാരുടെ അഹങ്കാരമായിട്ടുള്ള കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ 10 ദിവസത്തെ ഉത്സവം തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഹോ, വേറെ ലെവലാണ്. കാണാൻ എന്ത് ഭംഗിയല്ലേ, ലൈറ്റ് അറേഞ്ച്മെൻറ്റൊക്കെ കാണാൻ. ഉള്ളിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാലും ഇതിനേക്കാളും ഭംഗിയിലാണ് കാണാൻ പറ്റുക. പേഴ്സണലി എനിക്ക് അകത്തേക്ക് പോയപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഫീൽ. നല്ലൊരു എന്താ പറയുക, ഒരു പോസിറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്തത്. കാരണം ഞങ്ങൾ രാത്രിയിലാണ് പോയത് അങ്ങോട്ട്. ഞാനും അമ്മയും എൻ്റെ മോനും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. പോകുമ്പോൾ തന്നെ അവിടെ കുറേ കലാപരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ പേര് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. അവിടെ ഫുൾ ഭംഗിയിൽ ചുറ്റുവിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ട് ആ ഒരു വൈബ് കാണാനായിട്ട്. അടിപൊളിയായിരുന്നു. പിന്നെ ക്ഷേത്രത്തിനകത്തെന്ന് പറയുമ്പോൾ നല്ല സ്പേസ് ഉണ്ട്. അവിടെ നമുക്ക് നടക്കാനും എല്ലാത്തിനും പറ്റിയൊരു വൈബ് അമ്പലമാണത്. രാത്രി എന്ന് പറയുമ്പോൾ ലൈറ്റ് അറേഞ്ച്മെൻറ്റിൽ ഒന്നും കൂടി കളറാവും. തോജ് ഓടി നടക്കായിരുന്നു. അവൻ ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റും ഈ വെളിച്ചവും ആൾക്കാരെ കണ്ടപ്പോൾ ഓടി നടക്കലാണ് അവൻ്റെ പണി. നമ്മൾ നേരെ പോയത് സ്റ്റേജിലോട്ടാണ്. അവിടെ എന്തെങ്കിലും പരിപാടി നടക്കുന്നുണ്ടോ എന്ന് അറിയാനായിട്ട്. പക്ഷെ അവിടെ ഒന്നും തുടങ്ങിയിട്ടുണ്ടായില്ല. പിന്നെ ഞങ്ങൾ സ്റ്റേജും ആ പരിസരവും എല്ലാം ഒന്ന് ചുറ്റിയടിച്ച് കറങ്ങി. തോജിന് പിന്നാലെ പോകലായിരുന്നു എൻ്റെ പണി. കാരണം അവനങ്ങ് ഓടിക്കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അവന് പിന്നാലെ അവനെ അന്വേഷിച്ച് പോകലായിരുന്നു എൻ്റെ പണി. അങ്ങനെ അവനെ പോയി ആദ്യം പിടിച്ച് ആ സ്റ്റേജും അതിന് അമ്പലത്തിൻ്റെ ഉള്ളിലെല്ലാ ഭാഗവും ഒന്ന് കറങ്ങി. അവൻ ഓടുന്നതനുസരിച്ച് ഞാനും അതിന് പിന്നാലെ ഓട്ടാണല്ലോ. പിന്നെ ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ ഇവിടെ ആന ഉണ്ടായിരുന്നു. ആനയെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ആനയെ കാണാൻ വേണ്ടിയിട്ടാണ് ഫ്രണ്ടിലോട്ട് നിൽക്കുന്നത്. അപ്പോൾ ഒരു ദിവസം മുന്നാണ് അവിടെ ആന ഇടങ്ങിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആനയുടെ അടുത്ത് ആരും തന്നെ പോകുന്നില്ല. കുറച്ച് നേരം അവിടെ നിന്നിട്ട് നേരെ നമ്മൾ എക്സിബിഷൻ ഹാളിലേക്കാണ് പോയത്. അവിടെ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊരു കളക്ഷൻ തന്നെ അവിടെ ഉണ്ട്. കുട്ടികളുടെ ആണ് മെയിൻ അവിടെ ഉള്ളത്. കാരണം കാറും ജീപ്പും എന്താ പറയുക, ഒരു കളർഫുൾ ഐറ്റംസാണ്. തോന്നിയത് കണ്ടപ്പോൾ അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞ് കുറേ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വരുമ്പോൾ മേടിക്കുമെന്ന് വെച്ച് അവനെയും കൊണ്ടൊന്ന് കറങ്ങാനായിട്ട് ഇറങ്ങി. പറയാതിരിക്കാൻ വയ്യ. ആർക്കാണെങ്കിലും ഇത് കണ്ടൊന്ന് മേടിച്ച് പോകാനായിട്ട് തോന്നും. എത്ര കളക്ഷൻസാണ് അവിടെ ഉള്ളത്. കുട്ടികളുടെയും വലിയവരുടെ സെറ്റും കുറേ ഉണ്ട് കാണാനായിട്ട്. എന്ത് രസമല്ലേ കാണാനായിട്ട്. തോജ് കുറേ പറയുന്നുണ്ടായിരുന്നു. ഇത് ബോളുണ്ട്, ആപ്പിളുണ്ട്, പൈനാപ്പിൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കുറേ സംഭവങ്ങൾ അവനെ കണ്ണിൽ കാണുന്നതൊക്കെ അവൻ പറയുമായിരുന്നു. ഈവനിങ് ആയതുകൊണ്ട് തന്നെ അധികം ചൂടൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കുട്ടികളെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ കുഴപ്പമില്ല. കാരണം രാവിലെ മുതൽ ഫുൾ വെയിലാണല്ലോ. അപ്പോൾ നമുക്ക് പുറത്തേക്ക് അമ്പലത്തിലൊന്നും പോകാൻ പറ്റില്ല. പക്ഷെ വൈകുന്നേരം ആയതുകൊണ്ട് നമുക്ക് കുട്ടികളെയും കൊണ്ട് പോകാം. കാരണം അവർ ലൈറ്റ് അറേഞ്ച്മെൻറ്റും എല്ലാം കാണുമ്പോൾ നിന്നോളും, പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ടാണ് തോജിനെയും കൊണ്ട് നമ്മൾ ഇങ്ങനെ ഇറങ്ങിയത്. 2-3 ദിവസമായിട്ട് ഞങ്ങൾ പോകണം വിചാരിച്ചിട്ട് ഇന്നൊക്കെയാണ് പോകാനായിട്ട് പറ്റിയത്. പിന്നെ കുപ്പികളുടെ കളക്ഷൻ അതൊന്നും വേറെ തന്നെയാണ്. കാണുമ്പോൾ നമുക്ക് എല്ലാം എടുക്കാനായിട്ട് തോന്നും. അത്രയേറെ കളക്ഷൻസാണ് അവിടെ ഉള്ളത്. മാലയും വളയും സ്ലൈഡും ബണ്ണും എന്തൊക്കെയാണ് വേണ്ടത്. ഗേൾസിനെ പറ്റിയ ഐറ്റംസ് ഒരുപാടുണ്ട് അവിടെ. കണ്ടപ്പോൾ നമുക്ക് എല്ലാം എടുക്കാനായിട്ട് തോന്നി. കാരണം കുട്ടീസിനും വലിയവർക്കും എല്ലാവർക്കും പറ്റിയ മോഡലാണല്ലോ അവിടെ ഉണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. എൻ്റെ കണ്ണ് ആദ്യം പോയത് നമ്മുടെ നെയിൽ പോളിഷും കമ്മലും എല്ലാം നോക്കാനായിരുന്നു. കാരണം ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. കമ്മലിൻ്റെ തന്നെ ഒരു സെറ്റ് അവിടെ ഉണ്ടായിരുന്നു. കുറേ ഞങ്ങൾ നോക്കി. പിന്നെ അധികം മേടിക്കാൻ നിന്നില്ല. കാരണം തോജുള്ളത് കൊണ്ട് അവനെങ്ങനെ നിൽക്കാൻ പറ്റില്ല ആൾക്ക്. അപ്പോൾ നമുക്ക് എല്ലാത്തിലും ഒന്ന് കറങ്ങാൻ പറഞ്ഞിട്ട് എല്ലാവിടെയും ഒന്ന് സെറ്റായി കറങ്ങിയിട്ട് വന്നിട്ടുണ്ട്. സ്നാക്സിൻ്റെ അവിടെയും അതുപോലെ തന്നെ തോജിന് ആ ഫുൾ ലൈറ്റ് അറേഞ്ച്മെൻറ്റൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം അവിടെ ജയൻറ്റ് വീലുണ്ട്, മറ്റേ വഞ്ചിയുടെയുണ്ട്, ഡ്രാഗൺ ട്രെയിൻ ഉണ്ട്, പിന്നെന്താ പറയുക കൊളംബസ് ഉണ്ടല്ലോ അത്. അങ്ങനെ കുറേ സംഭവങ്ങൾ അവിടെ ഉണ്ട്. ഫുൾ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കണ്ടപ്പോൾ തന്നെ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ആൾക്ക് ട്രെയിൻ കണ്ടപ്പോൾ അതിലേക്ക് കയറണമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ അതിലേക്കാണ് ആദ്യം പോയത്. അവൻ്റെ കണ്ണ് ആദ്യം പോയത് അതിലോട്ടാണ്. ശരിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആദ്യം അതിലോട്ട് കയറി. കാരണം കുട്ടികൾക്ക് മാത്രമേ അതിൽ കയറാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അവൻ ചെറുതായത് കൊണ്ട് ഞാനും ആ ഗ്യാപ്പിൽ ഓടി കയറി. അങ്ങനെ ട്രെയിനിൽ കയറി അവനോട് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ പോയ പ്രാവശ്യം ഇതുപോലെ വന്നിട്ട് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് അവനധികം പേടി ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവൻ്റെ ആഗ്രഹം അത് സാധിച്ചു കൊടുത്തു. നല്ലൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഒരുപാട് സന്തോഷമായി അവനത്. കുറേ കുട്ടികളുണ്ടായിരുന്നു. കുറേ പേര് അത് കാണാനും അത് കയറാനും ഒക്കെ നിൽക്കുന്നവരാണ്.
ഇത് കണ്ടപ്പോൾ തന്നെ ആൾക്ക് ഭയങ്കരമായിട്ടത് ഇഷ്ടമായി. പിന്നെ അത് മാത്രമല്ല അവിടെ വേറെ കുറേ കളിക്കുന്ന സാധനങ്ങളും ഇതുപോലെ കറങ്ങുന്നതും എല്ലാം ഉണ്ടായിരുന്നു. അത് ഡ്രാഗൺ ട്രെയിൻ ഉണ്ട്, പിന്നെ വഞ്ചി, ജയൻ്റ് വീല്. അതൊന്നും കയറ്റാൻ പറ്റില്ലല്ലോ കുട്ടിയായതുകൊണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരുപാട് സാധനങ്ങളുണ്ട് അവിടെ. പിന്നെ ഫാമിലി ഗെയിംസ് ഉണ്ട്. ഫാമിലി ആയിട്ട് നമുക്ക് റിങ് എറിഞ്ഞിട്ട് അതിൽ വീഴുന്ന എടുക്കാം. നമുക്ക് എന്തായാലും കിട്ടില്ലെന്ന് അറിയാം. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഞങ്ങൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. ഒരു ഫാമിലിക്ക് എന്തൊക്കെയാണോ വീട്ടിലേക്ക് ആവശ്യമുള്ളത് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, ഒരു ഫാമിലി വന്നു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം എല്ലാം എടുത്തുകൊണ്ട് പോകാൻ പറ്റിയ, കാശുണ്ടെങ്കിൽ നമുക്കെല്ലാം മേടിച്ചിട്ട് പോകാൻ പറ്റിയ ഒരു നല്ലൊരു എക്സിബിഷൻ ഹാളായിരുന്നു അവിടെ. പിന്നെ റോജു കുറേ വാശി പിടിച്ച് നോക്കുമ്പോൾ നമുക്ക് അവന് അവസാനം ഈ ഒരു ഗണ്ണാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഗണ്ണ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ആൾക്ക് മേടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇഷ്ടമായി എന്നുള്ള സന്തോഷത്തിലാണ് ആൾ നിൽക്കുന്നത്. ആളതും കൊണ്ട് ഒറ്റയ്ക്ക് നടപ്പാണ്. കാരണം ഞങ്ങൾ ആരും പിടിക്കണ്ടാവും, ഒറ്റയ്ക്ക് ഞാൻ പോകാമെന്ന് പറഞ്ഞാൽ തോക്കം പിടിച്ചിട്ട് പോകലാണ് കാണുന്നത്. ഭയങ്കര തിരക്കുണ്ടായിരുന്നു. കാരണം രാത്രി ആയതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും വരുന്നത് ഈ വൈകുന്നേരങ്ങളിലാണ്, രാത്രി സമയത്താണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദാഹിച്ചു. അപ്പോൾ നമുക്ക് നേരെ പോയി ഒരു കരിമ്പ് ജ്യൂസ് കുടിക്കാമെന്ന് പറഞ്ഞിട്ട് കരിമ്പ് ജ്യൂസ് കുടിക്കലാണ് കാണുന്നത്. ഭയങ്കര ചൂടാണല്ലോ, അപ്പോൾ അത് ഭയങ്കര കൂളിംഗ് ആയിട്ട് വരാതെ നമുക്ക് എന്തെങ്കിലും കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളൊരു കരിമ്പിൻ ജ്യൂസ് കുടിച്ചു. അമ്മയും ഞാനും റോജിയും കൂടെ. അങ്ങനെ നേരെ അവിടെ കുറേ സംഭവം ഉണ്ടായിരുന്നു. പാനിപ്പൂരി, പിന്നെ പാവ് ബജി, മുട്ട ബജി, മുളക് ബജി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എണ്ണയൊക്കെ ആയതുകൊണ്ട് നമുക്ക് അധികം ചൂടും എല്ലാം കൂടി ആയപ്പോൾ അത് നമുക്ക് വേണ്ടെന്ന് വെച്ചിട്ട് കരിമ്പ് ജ്യൂസ് കുടിച്ചത്. പിന്നെ നേരെ ഞങ്ങൾ വീണ്ടും അമ്പലത്തിലോട്ട് വന്നു. കാരണം 2-3 ദിവസമായിട്ട് അമ്പലത്തിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അമ്പലത്തിലോട്ട് ഞങ്ങൾ വീണ്ടും പിറ്റേ ദിവസം ഞങ്ങൾ അമ്പലത്തിലോട്ട് വരുന്ന കാഴ്ചയാണത് കാണുന്നത്. കാരണം 2-3 ദിവസം വന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങനെ കുറച്ചായി ഷൂട്ട് ചെയ്തു. ഒരുപാട് തിരക്കും ബഹളവും ആണെങ്കിലും മനസ്സിന് ഭയങ്കര ഒരു സംതൃപ്തിയാണ് കിട്ടിയത്. ഞങ്ങൾ ഫാമിലിയായിട്ട് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഭയങ്കര ഒരു സമാധാനം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളും വരിക, എന്തായാലും ഇവിടെ എല്ലാ അമ്പലത്തിനകത്തും പുറത്തും എല്ലാം നന്നായി വിസിറ്റ് ചെയ്യുക. നല്ലൊരു പോസിറ്റീവ് ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.